നമ്മൾ ജർമ്മനിയിൽ നിന്നും ഓസ്ട്രിയ വഴിയാണ് ഇറ്റലിയിലേക്ക് കടക്കുന്നത്. അപ്പൊ ഈ ഒരു 3 കൺട്രിയുടെയും ടോൾ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 2 കിലോമീറ്റർ വരുന്ന വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും കംപ്ലീറ്റ് ചെയ്യാവുന്ന ഈ ഒരു ഹൈക്കിന്റെ ഫൈനൽ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഡോളോമൈറ്റ്സിൽ തന്നെ നമുക്ക് കാണാവുന്നതിൽ ഒരു ബെസ്റ്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമുക്കത് കാണാൻ പറ്റാത്തതിന് കാരണം ടൈമാണ്. നമ്മൾ സാധാ ട്രാവൽ ചെയ്യുന്ന പോലെയല്ല, ഡോളോമൈറ്റ്സിൽ മൗണ്ടെയിൻസിലൂടെയുള്ള റോഡുകളാണ്, നാരോ റോഡുകളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മളുടെ ട്രാവൽ ടൈം. നമ്മൾ ഇന്ന് വരെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും മനോഹരമായ ഒരു ലൊക്കേഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇറ്റാലിയൻ ആൽപ്സിലെ ഡോളോമൈറ്റ്സിലേക്ക്. ഡോളോമൈറ്റ്സിൽ എയർപോർട്ട് ഇല്ല, അതുകൊണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ജർമ്മനിയിലെ മ്യൂണിക് എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് റെന്റൽ കാർ എടുത്തിട്ടാണ് നമ്മൾ ഡോളോമൈറ്റ്സിലേക്ക് യാത്ര ചെയ്യുന്നത്. നമ്മൾ ജർമ്മനിയിൽ നിന്നും ഓസ്ട്രിയ വഴിയാണ് ഇറ്റലിയിലേക്ക് കടക്കുന്നത്. അപ്പൊ ഈ ഒരു 3 കൺട്രിയുടെയും ടോൾ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജർമ്മനിയിൽ റോഡുകൾക്ക് ടോൾ ഇല്ല, എന്നാൽ ഓസ്ട്രിയ എത്തുമ്പോൾ ബോർഡർ കടക്കുന്നതിന് തൊട്ടു മുന്നേ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നമുക്ക് നേരത്തെ തന്നെ ടോൾ അടയ്ക്കാവുന്നതാണ്. ഇറ്റലിയിൽ വരുമ്പം എവിടെയാണോ ടോൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. അത് ടോൾ റോഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് മെഷീനിൽ ഇടുമ്പോൾ കാർഡ് വെച്ചിട്ട് എത്രയാണോ ടോൾ അത് കാർഡ് വെച്ചിട്ട് അടയ്ക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ലേക്ക് ബ്രേസ് ആണ്. കാറുമായിട്ട് ലേക്ക് ബ്രേസ് വിസിറ്റ് ചെയ്യുന്നവര് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, നിങ്ങൾ വരുന്നത് സമ്മർ സീസണിലാണെങ്കിൽ രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 4 മണി വരെ കാർ പാർക്കിംഗ് റിസർവേഷൻ ആവശ്യമാണ്. നിങ്ങൾ വരുന്നത് ഈ ഒരു ടൈമിലല്ല, 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ 9:30ക്ക് മുമ്പാണ് എന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ച് അവിടെ പൈസ പേ ചെയ്ത് കാർ പാർക്ക് ചെയ്യാവുന്നതാണ്. ഡോളോമൈറ്റ്സിലെ സീസൺ എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണ്. അപ്പൊ അത്യാവശ്യം എല്ലാ മെയിൻ സ്പോട്ടിലും പാർക്കിങ്ങിന് റിസർവേഷൻ ഉണ്ട്. ലേക്ക് ബ്രേസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആ ഒരു സ്പോട്ടിൽ നിന്ന് വെറുതെ കാണാൻ തന്നെ ഒത്തിരി രസമുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നത് റെന്റൽ ബോട്ടിംഗ് ആണ്. ഇത് ഓൺലൈൻ ആയിട്ട് റിസർവ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നുമില്ല, അവിടെ നേരിട്ട് പോയിട്ട് പേ ചെയ്ത് ബോട്ട് റെന്റിനെടുത്ത് നമുക്ക് തന്നെ ലേക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒരു ബോട്ടിന് വരുന്നത് 50 യൂറോ ആണ്. അപ്പൊ മാക്സിമം 5 പേർക്ക് വരെ ഒരു ബോട്ട് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ വന്നിട്ട് ഇൻ കേസ് വലിയ ക്യൂ ഒക്കെ ആണെങ്കിൽ ആളുകൾ അവിടുന്ന് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 പേരല്ലെ 3 പേരൊക്കെ ഉള്ളവരാണെങ്കിൽ പരിചയം ഇല്ലാത്തവരുമായിട്ട് ബോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലേക്കിന് ചുറ്റും നമുക്ക് നടക്കാവുന്നതാണ്. ഏകദേശം 3.5 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മളൊരു കുഞ്ഞ് ഹൈക്കാണ്. ഡോളോമൈറ്റ്സ് വിസിറ്റ് ചെയ്യുന്നവര് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു ഹൈക്കാണ് കദീനി ദി മിസുരീന എന്ന് പറയുന്ന ഹൈക്ക്. റിഫൂഗോ ഔറോൺസോ എന്ന് പറയുന്ന പാർക്കിംഗ് സ്പോട്ടിൽ നിന്നാണ് ഈ ഒരു ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കിലോമീറ്റർ വരുന്ന വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും കംപ്ലീറ്റ് ചെയ്യാവുന്ന ഈ ഒരു ഹൈക്കിന്റെ ഫൈനൽ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഡോളോമൈറ്റ്സിൽ തന്നെ നമുക്ക് കാണാവുന്നതിൽ ഒരു ബെസ്റ്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. റിഫ്യൂഗോ ഔറോൺസോ എന്ന് പറയുന്ന ഈ ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് മിസുരീന ബേസിൽ നിന്നും 8 കിലോമീറ്റർ ആണ് വരുന്നത്. ഈ ഒരു 8 കിലോമീറ്റർ റോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ടോൾ ഗേറ്റ് കാണാൻ പറ്റും. പാർക്കിംഗ് റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ ടോൾ ഗേറ്റ് കടന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരാൻ പറ്റുള്ളൂ. സമ്മർ ടൈമിൽ ഡോളോമൈറ്റ്സിൽ അത്യാവശ്യം എല്ലാ മെയിൻ സ്പോട്ടിലും പാർക്കിംഗ് റിസർവേഷൻ ആവശ്യമാണ്. ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് മിനിമം 8 to 10 ഡേയ്സ് മുമ്പെങ്കിലും നമ്മൾ റിസർവ് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകും. നമ്മൾ ഈ ഒരു ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 7 മണിക്കാണ്. ഓഗസ്റ്റിലാണ് ഈ ഒരു ട്രാവൽ നമ്മൾ ചെയ്യുന്നത്. സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് ഇറ്റലിയിൽ 8:30ക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹൈക്ക് ചെയ്യുന്ന സമയത്ത് വെളിച്ചമുണ്ട്. വളരെ ചെറിയൊരു ഹൈക്കാണ്. 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ നടക്കുന്ന ഒരു ദൂരമാണ്. എന്നാൽ ഈ ഒരു പാത്ത് എന്ന് പറയുന്നത് സ്ട്രോളർ ഫ്രണ്ട്ലി അല്ല, വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല, നമുക്ക് നടന്നു പോകാം. അതുപോലെ മൗണ്ടെയിൻസിന്റെ ടോപ്പാണ്, ഷാർപ്പ് എഡ്ജുകളാണ്.
കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം കാല് തെന്നിപ്പോവുക, സ്ലിപ്പായി പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷെ അവിടെ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. ഈ ഒരു ഹൈക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 1.5 തൊട്ട് 2 മണിക്കൂർ വരെ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ വൈകുന്നേരം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 9:30 ഫിനിഷ് ആവാന്. പിന്നെ നമ്മൾ നോർമലി കുറെ ടൈം എടുക്കും. നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് വ്യൂ ഒക്കെ കണ്ട്, പിന്നെ ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ടൈം എടുത്തു. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ആളുകൾ കല്ലുകൊണ്ട് പേര് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ പേര് അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇഷു പറഞ്ഞതാണ് തിരിച്ചു വരുമ്പം അവക്കും പേരെഴുതണമെന്ന്. അങ്ങനെ ഉള്ള വെളിച്ചത്തിൽ അവളും കുറെ കല്ലൊക്കെ തപ്പിപ്പിടിച്ച് അവളുടെ പേരെഴുതി. നമ്മൾ ഈ ഒരു ഹൈക്ക് കംപ്ലീറ്റ് ആവുന്നത് രാത്രി 9:30-ക്കാണ്. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഡോളമൈറ്റ്സിൽ പൊതുവെ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും കുറവാണ്. രാത്രി 9:30-ക്ക് ഈ ഒരു ഹൈക്കിന് ശേഷം ഓപ്പൺ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടു. സെക്കൻഡ് ഡേ നമ്മൾ 10 കിലോമീറ്റർ വരുന്ന ത്രേഷീമെ എന്ന് പറയുന്ന ഒരു ഹൈക്കാണ് ചെയ്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹൈക്കുകളിൽ ഒന്ന് എന്നാണ് ഈ ഒരു ഹൈക്കിനെ വിശേഷിപ്പിക്കുന്നത്. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റിഫ്യൂഗോ ഔറോൺസോ എന്ന് പറയുന്ന ഈ സെയിം പാർക്കിംഗ് സ്പോട്ടിൽ നിന്നുമാണ് അടുത്ത ദിവസത്തെ ഹൈക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സെക്കൻഡ് ഡേ നമുക്ക് കാർ പാർക്കിംഗ് റിസർവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കാർ പാർക്കിംഗ് റിസർവേഷൻ ഇല്ലാതെ എങ്ങനെയൊരു ഹൈക്ക് ചെയ്യാം എന്നും ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഡോളമൈറ്റ്സിലെ ലാസ്റ്റ് ഡേ നമ്മളൊരു ലോങ് ഡ്രൈവ് ആണ് പ്ലാൻ ചെയ്തത്. സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ ഒക്കെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഡോളമൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒത്തിരി സീനിക് റോഡുകളുണ്ട്. പാസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 3 സീനിക് റോഡുകൾ കമ്പൈൻ ചെയ്തിട്ടൊരു ഡ്രൈവാണ് ലാസ്റ്റ് ഡേ ചെയ്തത്. ഗിയോ പാസ്, ഗർദേന പാസ്, സെല്ല പാസ്, ഈ ഒരു 3 പാസ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് 3-നും 3 പ്രത്യേകതകളാണ്. ഒന്ന് മൗണ്ടൈൻ്റെ ടോപ്പിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ഒന്ന് മൗണ്ടൈൻ്റെ താഴ്ഭാഗത്തൂടെ. അങ്ങനെ പ്രത്യേകതകളുള്ള 3 സീനിക് റോഡുകളാണ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയും രസമുള്ള സീനിക് റോഡുകളാണ് ഡോളമൈറ്റ്സിലുള്ളത്. ഡോളമൈറ്റ്സിൽ നമുക്ക് വാൽ ദി ഫ്യൂനസ് എന്ന് പറയുന്ന ഒരു വില്ലേജ് കൂടി കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റഗ്രാം വില്ലേജ് എന്നൊക്കെ പറയാം. അത്രയും പോസ്റ്റ് കാർഡ് പോലെ രസമുള്ള ഒരു വില്ലേജ് ആണ് വാൽ ദി ഫ്യൂനസ്. എന്നാൽ നമുക്കത് കാണാൻ പറ്റാത്തതിന് കാരണം ടൈമാണ്. നമ്മൾ സാധാ ട്രാവൽ ചെയ്യുന്ന പോലെയല്ല. ഡോളമൈറ്റ്സിൽ മൗണ്ടെയ്ൻസിലൂടെയുള്ള റോഡുകളാണ്, നാരോ റോഡുകളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മളുടെ ട്രാവൽ ടൈം. അത് നമുക്കൊരു യാത്രയിൽ കിട്ടിയൊരു പണിയാണ്. ഡോളമൈറ്റ്സ് ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം ടൈം എപ്പോഴും കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്നതേ അല്ല അവിടുത്തെ ട്രാവൽ ടൈം എന്ന് പറയുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവര്, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവര്, ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു ബെസ്റ്റ് ലൊക്കേഷനാണ് ഡോളമൈറ്റ്സ് എന്ന് പറയുന്നത്. ഡോളമൈറ്റ്സിലെ നമ്മളുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.